ഓരോ ജന്മസംഖ്യക്കാർക്കും നമുക്കിതെങ്ങനെ ഗുണകരമാകും അല്ലെങ്കിൽ ദോഷകരമാകും നമുക്ക് നോക്കാം. അത് നമുക്ക് ഒന്നിനെക്കുറിച്ച് സംസാരിക്കാം. 1, 10, 19, 28 ഈ ജന്മസംഖ്യ ഉള്ളവർക്കുള്ള എല്ലാം ജന്മസംഖ്യാനാഥൻ സൂര്യനാണ്, ഒന്നാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാം. 1 എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യയാണ്. 10 എന്ന് പറയുമ്പോൾ 1ഉം 0 കൂടെ കൂട്ടിയാൽ അവിടെ 10 കിട്ടും. അപ്പോൾ അതും സൂര്യൻ തന്നെയാണ്, 1 തന്നെയാണ് വരുന്നത്. പിന്നീട് നമ്മൾ നോക്കുന്നത് 19, 9ഉം 1ഉം 10, അതും ഓക്കെയാണ്. 28 എന്ന് പറയുമ്പോൾ 8ഉം 2ഉം 10. അപ്പോൾ 1, 10, 19, 28 ഈ ജന്മസംഖ്യ വരുന്നവർക്കെല്ലാം 2025 പൊതുവേ നല്ല വർഷമായിരിക്കും. പൊതുവേ എന്നേ പറയാൻ പറ്റും. കാരണം അവർ മേൽപ്പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ലഗ്നങ്ങളും കൂടെ ആണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഞാൻ ഇപ്പം ആൾക്കാരൊക്കെ ഈ സിവിൽ സർവീസൊക്കെ എഴുതുന്നവരൊക്കെ ഉണ്ടാകും. അതൊക്കെ സൂര്യൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ആധികാരികമായിട്ടുള്ള അല്ലെങ്കിൽ അധികാര വർഗത്തിൽപ്പെട്ട ജോലി. പിന്നീട് മെഡിക്കൽ, അതും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ജോലി കിട്ടാനൊക്കെ PSC ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാരുണ്ടാകും, ചെറുപ്പക്കാർ. അവർക്കൊക്കെ 2025 വർഷം വലിയ ഗുണങ്ങൾ ചെയ്യും. കാരണം ഈ പറഞ്ഞ ജന്മസംഖ്യ ആയിരിക്കണം 1, 10, 19, 28. അപ്പോൾ സൂര്യൻ ദശാനാഥനും ഈ പറഞ്ഞ ജന്മസംഖ്യയും സൂര്യനും ചൊവ്വായും ഒക്കെ നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ മേൽപ്പറഞ്ഞ പല കാര്യങ്ങളും 2025 അവർക്ക് ഗുണകരമായിട്ട് വരും. അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ 2 ആണ്. 2 എന്ന് പറയുന്ന സംഖ്യയുടെ നാഥൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അപ്പോൾ 2, 11, 20, 29. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 2 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ജന്മസംഖ്യ ഉള്ളവർക്കും 2025 വലിയ ഗുണം ചെയ്യും, പ്രത്യേകിച്ചും വൃശ്ചിക ലഗ്നമാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് 1-2 ക്ലോസുകൾ വരും. കാരണം 7-2 ശനിയോ ജന്മശനിയോ അല്ലെങ്കിൽ കണ്ടകശനിയോ ഒന്നും ഉണ്ടാവരുത്. നല്ലൊരു ദശയും കൂടെ ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ജന്മസംഖ്യക്കാർക്ക് വലിയ ഗുണങ്ങൾ ചെയ്യും. അപ്പോൾ 2 ചന്ദ്രൻ്റെ സംഖ്യയാണെന്ന് ഞാൻ പറഞ്ഞു. 2ഉം 20ഉം 29ഉം 11ഉം ഒക്കെ ജന്മസംഖ്യയായിട്ട് വരുന്നവർക്ക് വലിയ ഗുണങ്ങളായിരിക്കും 2025 തരുന്നത്. അടുത്ത 3 എന്ന സംഖ്യ നേരത്തെ പറഞ്ഞതാണ് ഞാൻ, എന്നാൽ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 3, 12, 21, 30 ഈ ജന്മസംഖ്യ ഉള്ളവർക്കും 2025 വലിയ ഗുണങ്ങൾ തരും. അത് നമ്മൾ ജാതകം പരിശോധിച്ച് കൺഫേം ചെയ്യുക. അടുത്ത പറയുന്നത് 4 എന്ന ജന്മസംഖ്യയാണ്. അത് രാഹുവിൻ്റെ സംഖ്യയാണ് 4. അപ്പോൾ ഈ രാഹുവിൻ്റെ ജന്മസംഖ്യ ഉള്ളവർക്ക് 2025 മോശകരമായിട്ടുള്ള 7-2 ശനിയോ കണ്ടകശനിയോ അല്ലെങ്കിൽ ദശയോ ഒന്നും നമുക്ക് അനുകൂലമല്ലെന്നുണ്ടെങ്കിൽ 2025 വലിയ ദോഷങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. പൊതുവെ പൊളിറ്റീഷ്യന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ 4 ജന്മസംഖ്യ ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർ ഒറ്റപ്പെടും, അവരുടെ മേഖലകളിൽ നിന്ന് ഒറ്റപ്പെടും. എന്തെങ്കിലുമൊക്കെ സർജറി പണ്ട് ഡോക്ടർമാർ ചെയ്യണം ഭാവിയിൽ, അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് മാറ്റാം, ഇങ്ങനെയൊക്കെ പറയുന്ന പല സർജറികളും നമുക്ക് ഉണ്ടാവാം. പിന്നെ സ്കിൻ ഡിസീസ്, സ്റ്റൊമക്ക് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ, പുരോഗതി കുറവ്, ഇതൊക്കെ 4 ജന്മസംഖ്യ ഉള്ളവർക്ക്, അതായത് 4, 13, 22 ഇതാണ് ജന്മസംഖ്യ 4 വരുന്നത്, രാഹുവിൻ്റെ സംഖ്യ. ഈ ജന്മസംഖ്യ ഉള്ളവർക്ക് 2025 വലിയ ദോഷങ്ങളായിരിക്കും. അത് നല്ല രീതിയിൽ ജ്യോതിഷമൊക്കെ അറിയാവുന്ന ആൾക്കാരെ കാണിച്ചിട്ട് വേണ്ട അനുയോജ്യമായിട്ടുള്ള പരിഹാരങ്ങൾ ശാസ്ത്രീയമായിട്ടും താന്ത്രികമായിട്ടും ഒക്കെ ചെയ്യുക. അത് ഓരോരുത്തർക്കും ഇപ്പം 4 ജന്മസംഖ്യ ഉള്ള എല്ലാവർക്കും ഒരേ പരിഹാരം ആയിരിക്കത്തില്ല. ഒരാൾക്ക് 4 ജന്മസംഖ്യ ഉള്ള ഒരാൾക്ക് ഒരുപക്ഷെ രാഹുദശയായിരിക്കും നടക്കുന്നത്, വേറൊരാൾക്ക് ശനിദശയായിരിക്കും നടക്കുന്നത്, വേറൊരാൾക്ക് വ്യാഴത്തിൻ്റെ ദശയായിരിക്കുന്നത്. അപ്പം പലർക്കും ചെയ്യേണ്ട പരിഹാരങ്ങൾക്ക് വ്യത്യാസം വരും. അപ്പം ജന്മസംഖ്യ ഒന്നാണെങ്കിലും പരിഹാരത്തിന് വ്യത്യാസം വരും. അപ്പോൾ ഒരാൾക്ക് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന് അത് ചെയ്തപ്പോൾ ഗുണം വന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു 4 ജന്മസംഖ്യക്കാരൻ പോയിട്ട് അതേ പരിഹാരം ചെയ്താൽ അവർക്കത് എഫക്റ്റ് ആവത്തില്ല. അപ്പം ജാതകം പരിശോധിച്ച് അവരുടെ ഗ്രഹത്തിൻ്റെ അവസ്ഥയും ദശയും മറ്റു കാര്യങ്ങൾ, 7-2 ശനി കണ്ടകശനി, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒരു ഫൈനൽ നമ്മളൊരു ഡിസിഷനിലേക്ക് പോകും. അപ്പോൾ 4 രാഹുവിൻ്റെ സംഖ്യയാണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ഈ 4നെ പോലെ തന്നെ ദോഷകരമായിട്ട് ഭവിക്കുന്ന ഒരു സംഖ്യയാണ് 5 ജന്മസംഖ്യയുള്ളവർ. അതായത് 5, 14, 23. കാരണം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ശത്രുവാണ് ബുധൻ. അപ്പോൾ 5 ജന്മസംഖ്യ ഉള്ളവർക്ക് 2025 പൊതുവെ ദോഷകരമായിരിക്കും. പ്രത്യേകിച്ച് അവർക്ക് 7-2 ശനി കണ്ടകശനി അങ്ങനെയുള്ള അനുയോജ്യമല്ലാത്ത ദശ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് 2025 5 ജന്മസംഖ്യക്കാർക്ക് ദോഷകരമായിരിക്കും. അടുത്ത ജന്മസംഖ്യ എന്ന് പറയുമ്പോൾ 6 ആണ്. 6 എന്ന് പറയുന്ന സംഖ്യ ശുക്രൻ്റെ ആണ്, വീനസ്. 6,
15, 24 ഈ 3 ഡേറ്റിൽ ജനിച്ചവർക്കുള്ള ജന്മസംഖ്യ 6ആണ്. ഈ 6 ജന്മസംഖ്യ ഉള്ളവർക്കും 2025 ഗുണകരമായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ജാതകരും തങ്ങളുടെ ജാതകം നല്ല രീതിയിൽ പരിശോധിപ്പിച്ച് വേണ്ടുന്ന പരിഹാരങ്ങൾ വിധിയാമണ്ണം ചെയ്യുക. അടുത്ത ജന്മസംഖ്യ 7ആണ്. 7 എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അത്യാവശ്യം ന്യൂമറോളജിയൊക്കെ അറിയാവുന്നവർക്ക് അറിയാം. കേതു എന്ന് പറയുന്ന സംഖ്യയാണ് 7 എന്ന സംഖ്യയുടെ അധിപൻ. പെട്ടെന്ന് കേൾക്കുമ്പോൾ കേതു ദോഷകരമായിട്ടുള്ള സംഖ്യയാണ്, പ്രശ്നമാണ്. ഓക്കെ, ശരിയാണ്. കേതു എന്ന് പറയുന്ന സംഖ്യ കുറച്ച് നെഗറ്റിവിറ്റി പ്രദാനം ചെയ്യുന്ന പ്ലാനറ്റാണ്. പക്ഷേ ജ്യോതിഷത്തിൽ പറയുന്ന ഒരു പ്രമാണമുണ്ട്, ഭൗമസാമ്യം ഫലം കേതു. അതായത് ഫലദാന വിഷയത്തിൽ ചൊവ്വായ്ക്ക് തുല്യനാണ് കേതു. അപ്പോൾ കേതുവും ചൊവ്വായും ബന്ധുക്കളാണ്, ശത്രുഗ്രഹങ്ങളല്ല. അതുകൊണ്ട് 7, 16, 25 ഈ ജന്മസംഖ്യ, അതായത് ഈ തീയതിയിൽ ജനിച്ചവർക്ക് 2025 ഗുണം ചെയ്യും. പക്ഷേ ജാതകത്തിനകത്ത് കേതു ശുഭരാശിയിൽ നിൽക്കണം. അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, അത് ശ്രദ്ധിക്കുക. ജാതകത്തിൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ കേതു നല്ല രീതിയിൽ ശുഭരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ വലിയ ഗുണങ്ങൾ 2025 7 ജന്മസംഖ്യ ഉള്ളവർക്ക് തരും. അടുത്ത ജന്മസംഖ്യ ശനിയുടെ സംഖ്യയായ 8ആണ്, നമ്പർ ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയും. ഈ സംഖ്യയും 2025 ദോഷം കൊണ്ടുവരുന്ന വർഷമായിരിക്കും. അതായത് 8, 17, 26 ഈ തീയതിയിൽ ജനിച്ചവർക്ക് 2025 അത്യാവശ്യം ദോഷമുള്ള ഒരു വർഷമായിരിക്കും. അപ്പോൾ ഈ 8 ജന്മസംഖ്യയായിട്ടുള്ള ജാതകരും തങ്ങളുടെ ജാതകം വ്യക്തമായിട്ട് ഒരു നല്ല വ്യക്തിയെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. അടുത്ത 9 നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. 9 ഞാൻ ആ മേൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 9, 18, 27 തീയതികളിൽ ജനിക്കുന്നവർക്ക് ജന്മസംഖ്യ 9 ആയതുകൊണ്ട് 2025 വലിയ ഗുണങ്ങൾ തരും.